അസ്സലാമലൈക്കും. ഇതെന്റെ വാപ്പയാണ്. എന്റെ വാപ്പയ്ക്ക് ലിവറിൽ ക്യാൻസർ ആയിരുന്നു. 1.5 വർഷം മുമ്പ് വാപ്പയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു. എന്റെ വാപ്പയ്ക്ക് ഒട്ടും വയ്യ. നിങ്ങളെല്ലാരും എന്നെ സഹായിക്കണം. നമ്മുടെ വിധിയായിപ്പോയി വാപ്പി, നമ്മുടെ വിധിയായിപ്പോയി. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ സ്വന്തം റഫീഖ് ചന്ദ്ര പിന്നെയാണ്. ഈ കുടുംബത്തിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾ കഴിയുന്ന ചെറിയ സഹായം അതുപോലെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും സഹായിക്കണേ പ്രിയപ്പെട്ടവരെ. നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. എനിക്ക് വേറൊന്നും വേണ്ട. വാപ്പിനെ തിരിച്ചു വന്നാൽ മതി. എല്ലാരും ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയാണ് നിങ്ങളെല്ലാവരും. ഞങ്ങളെല്ലാവരും സഹായിക്കണം. നിങ്ങൾക്ക് പഠിച്ചവന്റെ ഭാഗത്തുനിന്ന് കൂലി ഉണ്ടോ? ഞങ്ങളെല്ലാരും സഹായിക്കണം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സങ്കടത്തോടു കൂടി ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഈ 3 പെൺമക്കള് നാളെ യതീമാവാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ സഹായിക്കണം. 100% അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. തന്റെ പിതാവിന് കരളിൽ ക്യാൻസർ വന്നിട്ട് 1.5 വർഷം മുൻപ് സർജറി കഴിഞ്ഞതാ. വീണ്ടും അതേ അസുഖം വന്നതോടുകൂടി ഈ കുടുംബം വീണ്ടും വല്ലാത്ത പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് കിടപ്പാട് പോലും ഇല്ല. കെട്ടുപ്രായമായിരിക്കുന്ന പൊന്നുമോള്, അവളുടെ കണ്ണീരുകൾ കണ്ടില്ലേ? ഈ കുഞ്ഞു മക്കളെ ആലോചിച്ചിട്ട് നിങ്ങൾ ഈ സഹോദരനെ സഹായിക്കണം. മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, ഈ പൊന്നുമക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, വാടക കൊടുക്കാൻ കഴിയുന്നില്ല. ഇനി എങ്ങനെ ഇവര് സർജറി നടത്തും? ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണം പ്രിയപ്പെട്ടവരെ. ഒരാളും മാറ്റി നിർത്തരുത്. ഈ പൊന്നുമോളുടെ ഒക്കെ സങ്കടം കണ്ടിട്ട് സഹിക്കണില്ല. എല്ലാവരും ഒന്ന് ഏറ്റെടുക്കും. നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാണ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. എന്റെ വാപ്പിയാണ്. വാപ്പിക്ക് വലിയൊരു അസുഖം. ഞങ്ങള് വാടക വീട്ടിലാണ് കഴിയുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എന്റെ ഭർത്താവാണ്. എന്റെ ഭർത്താവിന് കരളിൽ ക്യാൻസർ 1.5 വർഷം മുമ്പ് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. അദ്ദേഹത്തിന് വീണ്ടും ഒരു സർജറി വേണ്ടതായി